അപ്പം ഗൈസ് ഞങ്ങളിന്ന് വയ്ക്കാൻ പോണത് തലക്കറിയും കപ്പയും. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം തലക്കറിയും കപ്പയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ പോവാണേ. ഞാനത് തലക്കറി എന്ന് പറയുന്ന സാധനം തലക്കറി വയ്ക്കാൻ വേണ്ടി 2 തല വാങ്ങിച്ച് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ച് ഞാൻ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് വെട്ടിയ ഇതിൻ്റെ വേസ്റ്റ് എടുത്ത് കളയാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ വെട്ടി ക്ലീൻ ആക്കിയാണ് ക്ലീൻ ആക്കണമെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം കളഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പം ഞാനിത് വീട്ടിൽ ക്ലീനാക്കി ഷാപ്പിലെ കറി വയ്ക്കുമ്പോൾ വയ്ക്കാൻ പോകണം. അപ്പം നമുക്കിനി അടുപ്പ് കത്തിക്കാമേ. അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ട് നമുക്കിനി കറി വയ്ക്കാം. അപ്പോൾ അതിനാവശ്യമായ ഞാൻ പറഞ്ഞ തലക്കറി വയ്ക്കണമെന്ന് എനിക്ക് നിൽക്കാൻ വയ്യ ഗൈസിൻ്റെ കഴുത്തൊക്കെ ഭയങ്കര വേദന. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം എടുത്ത്, മഞ്ഞൾപ്പൊടി, ഉപ്പട എല്ലാം എടുത്ത് ഇതിൽ വെച്ചിട്ടുണ്ട് മസാലക്കൂട്ട്. പിന്നെ ഓടി പോണില്ല, ഞാൻ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളിയെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ പോയിട്ട് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഓടി നടക്കാൻ വയ്യ. മുമ്പ് അങ്ങനെയല്ല, നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തിരിഞ്ഞ് നടക്കും. ഇപ്പം അങ്ങനെയല്ല, എല്ലാം എടുത്ത് വെച്ചിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഷാപ്പിലെ കറി വയ്ക്കുമ്പോൾ ഞാൻ വയ്ക്കാൻ പോകണം. ചട്ടി ചൂടായി, ചട്ടിയല്ല ഉരുളി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് നന്നായിട്ട് എണ്ണ വേണം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ വറുത്ത ഉലുവയാണ്. ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവ എന്ന് വെച്ചിട്ട് ഉലുവ ഒത്തിരി വാരിയിട്ടുണ്ട്. ആവശ്യത്തിന് ഇട്ടാൽ മതി. വറുത്ത ഉലുവയാണ്. പെട്ടെന്ന് എനിക്കിത് പിടിച്ചു തരാനായിട്ടാരില്ല. സോളിത ഇങ്ങനെ പിടിക്കും. അപ്പോൾ പിടിച്ചു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കൈ കൊണ്ടാണ് തപസ്സിരിക്കാൻ പോകണം ഗൈസ്. നമുക്ക് ഒറ്റക്കൈയിൽ തപസ്സിരുന്ന് കുക്കിനെ പോലെ നമുക്ക് നിന്നുകൊണ്ടും പാചകം ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. തീരെ പേസ്റ്റല്ല, നമുക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ല പേസ്റ്റ് രൂപത്തിലാവും. അപ്പോൾ ഉലുവ കിടന്ന് പൊട്ടിയില്ല മൂത്ത് തീ കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. അതിൽ ചില ബാക്കി സാധനങ്ങളെല്ലാം തട്ടണം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തിരിച്ചു തരാൻ ആളില്ല, ആരും സഹായത്തിനായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ, വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പോൾ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടല്ലേ സവാള നല്ലതുപോലെ വേകത്തുള്ളൂ. കൊച്ചുള്ളി ഇടാം നമുക്ക്, പക്ഷേ സവാളയാണ് ഏറ്റവും നല്ലത്. തീ കുറച്ച് വെച്ചിട്ടേ കറി മസാല മൊത്തത്തിൽ മസാലയെല്ലാം ഇടാം. പച്ചമുളക് 2 ഇട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഉടമ്പുല്ലി മുളകിട്ട്, അത് വലിയ ഉടമ്പുല്ലി മുളക് നമുക്ക് നല്ല മണമുണ്ട്. പറ്റിച്ചതായിരുന്നു, നല്ല മണമുണ്ട്. ഇട്ട് വെച്ചോളാം. അതോടെ തട്ടി 3 കഷ്ണം കുടംപുളി ഇട്ട് ഞാൻ 4 ആക്കി. തേങ്ങാപ്പാൽ ഒഴിക്കണം എന്നുള്ളവർ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ തേങ്ങാപ്പാലിട്ടല്ല വയ്ക്കണം ഗൈസ്. തലയ്ക്ക് നിന്ന് വേണം. മൊന്ത വെള്ളം ഞാൻ ഇത് ഇത്ര ബാക്കിയും കൂടെ ഉണ്ട്. ശരിയാക്കി അരപ്പ് കിടന്നങ്ങ് കുറുവിട്ടെ. അരപ്പ് അപ്പം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അരപ്പിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം. ഞാനിങ്ങനെ തിളച്ചു നിൽക്കുമ്പോൾ നോക്കും, അല്ലാതെ മീനിട്ടിട്ട് നോക്കുമ്പോൾ എനിക്കൊരു ഉപ്പ് കുറവ്. അതെ, തിളച്ചുകൊണ്ടിരിക്കും. തളക്കഷ്ണം
നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം എന്തായെന്ന്. പിള്ളേരാരെയും ഒന്നും പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഡേ ഒന്ന് പിടിച്ച് താഴ്ചയെന്നല്ലേ അങ്ങോട്ട് നീക്കി പിടി എനിക്ക് കൈ. അപ്പം നമുക്കിതൊന്ന് നോക്കാം. എടുത്തിട്ടുണ്ട് കപ്പതേ കടുക് പൊട്ടിക്കാൻ പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ കടുക് തന്നെ പൊട്ടിച്ചു. നോക്കട്ടെ. അപ്പം നമുക്ക് ഇന്ന് കപ്പയും തലക്കറി. അപ്പോൾ ഞാൻ ഈ കപ്പയും 2 കഷ്ണം രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. ഞാനിന്ന് കഴിക്കട്ടെ ഗൈസ്. രാവിലെ 2 ദോശ കഴിച്ചുകൊണ്ട് പോയി ഞാനാണ്. എനിക്ക് വിശന്ന് ഉറക്കക്ഷീണവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ ഗൈസ്. കപ്പയും തലക്കറിയും എങ്ങനെയുണ്ടെന്ന് നല്ല ചൂടുണ്ട്. ഒരു കഷ്ണം എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുത്തതല്ല. മുളക് വീട്ടിൽ പൊടിച്ചതിന്, മുളകും മല്ലി വീട്ടിൽ പൊടിച്ചതിന്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ